2 പ്രാവശ്യം ഇവിടെ ഈ പൂഞ്ച് സെക്ടറിൽ പോയിന്റ് വന്ന് ഈ സാധനം കൊണ്ട് ട്രക്കിൻ്റെ കൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ കൂടെ പോയിന്റ് വന്ന് പിന്നെ പലതും അവിടെ നിന്ന് വൗച്ചർ ചെയ്ത് വാങ്ങിക്കാനുണ്ട്. അങ്ങനെ യുദ്ധത്തിൻ്റെ ഒരു ഭാഗമായി 62-ൽ വലിയ പരിക്കൊന്നും പറ്റിയില്ല. യുദ്ധത്തിൻ്റെ ഇതിനായിട്ട് പങ്കെടുത്തു. പക്ഷേ എനിക്ക് വേറെ പരിക്കുകളൊന്നും പറ്റിയില്ല. 62 യുദ്ധം അവസാനിച്ചു. അതിൽ നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആര് ജയിച്ചെന്ന് ചോദിച്ചാൽ ആരുമില്ല. നമുക്ക് കുറേ നഷ്ടമുണ്ട്. ചൈന വിജയിച്ചെന്നവർ പറയുന്നു. അവർ നമ്മുടെ കുറേ ഭാഗം ഓക്കുപ്പൈ ചെയ്തു. അവർ ഓക്കുപ്പൈ ചെയ്തു. നമ്മളെ കുറേ ഭാഗം അവർ ഓക്കുപ്പൈ ചെയ്ത് അത് പിന്നെ അവർ നമ്മളുടെ ആ ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ടല്ലോ, നേരത്തെ ഉണ്ടാകുന്നതിനെ മാറ്റിയിട്ട് പിന്നെ അവസാനം ഒരു സിംല ചർച്ച എന്നും പറഞ്ഞ ചർച്ചയ്ക്കകത്ത് വെച്ചിട്ട് അത് പിന്നെ രണ്ടാമതാക്കി. അത് കഴിഞ്ഞ് എന്നെ തിരിച്ചവിടെ നിന്ന് നേരെ പോസ്റ്റ് ചെയ്യുന്നത് കൽക്കട്ട, എംബാർക്കേഷൻ കൂട്ടർ കൽക്കട്ടയിൽ വന്നവിടെ ഞാൻ ഒരു 2.5 വർഷം ഇരുന്നിട്ട് അപ്പം അത് ഫീ സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വേണ്ടി ട്രൈ ചെയ്ത സമയത്ത് ഇവിടെ സ്റ്റേഷൻ ഓഫ് ക്വാർട്ടറുകളിൽ ആകപ്പാടെ എന്ന് വെച്ചാൽ ആകപ്പാടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ 4 അല്ലെങ്കിൽ 5 നമുക്കൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ കൽക്കട്ടയിൽ നിന്ന് പോയ കൽക്കട്ടയിൽ നിന്ന് അടുത്ത പോസ്റ്റിംഗ് എങ്ങോട്ടൊന്നും അറിയാൻ പാടില്ല. ഇപ്പം ഞാൻ അത് കൽക്കട്ട എന്ന് പറഞ്ഞാൽ പീസ് ഏരിയയാണ്. അടുത്തെനിക്ക് പോസ്റ്റിംഗ് വന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ശ്രീനഗർ 21 ഗവൺമെൻറ് സബ് ഏരിയ. അവിടെ പോസ്റ്റിംഗായി വന്ന സമയത്താണ് അതിനുശേഷമാണ് ഈ നമ്മളെ ഇൻഡോ പാക് അടുത്ത യുദ്ധത്തിലേക്ക് വരികയാണ്. പൊട്ടി പുറപ്പെടുന്നത്. അപ്പോൾ ഞാൻ അവിടെയാണ്. അപ്പോൾ യുദ്ധം പൊട്ടി പുറപ്പെട്ട സമയത്ത് നമുക്ക് വരെ സൈറൻ ഭയങ്കരമായിട്ട് സൈറൻ വിളിക്കും. അപ്പോൾ ട്രെഞ്ചുണ്ട്, നമ്മൾ ട്രെഞ്ചിൽ ചാടണം. അത് കഴിഞ്ഞാൽ 2ാമത് സൈറൻ വരും. അപ്പോൾ അവിടെ മിക്കവാറും ദിവസങ്ങളെല്ലാം ബോംബിടും. ട്രെഞ്ചാണ് ആൾ, നമ്മൾ ചാടി ഓടും. പിന്നെ അവർ പ്ലെയിൻ പോയി കഴിഞ്ഞാൽ അപ്പം നമുക്ക് സൈറൻ നമുക്ക് വെളി വരും. അങ്ങനെയായിരുന്നു. പക്ഷെ അവിടെ വെച്ചുള്ള എനിക്ക് ആ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ രാത്രി ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 6 മണി തൊട്ട് പിറ്റേ ദിവസം കാലത്ത് വരെ റൊട്ടേഷൻ കഴിഞ്ഞ് ഡ്യൂട്ടി വരും. അത് ഉള്ളി അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിന് മാത്രമാണ്. അത് നമ്മളെ കൂടെ ഒരു ടെക്നിക്കലോ അല്ലെങ്കിൽ നോൺ ടെക്നിക്കലോ സ്റ്റാഫിനെ കൂടി അവിടെ അസിസ്റ്റൻ്റായിടും സ്റ്റേഷൻ ക്വാർട്ടർ രാത്രി. അപ്പം നമ്മുടെ രാത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെലിഫോൺ കാളിൽ നിന്നും ഈ ഫീൽഡ് ഏരിയയിൽ നിന്ന് എന്നുവെച്ചാൽ ഫോർവേഡ് ഏരിയയിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് യുദ്ധത്തിൽ എത്ര പേര് അവിടെ കാഷ്വാലിറ്റി ഡീറ്റെയിൽസ് അങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം കൂടി കോഡീകരിച്ചിട്ട് രാത്രി 12 മണിക്ക് നമ്മളിതിനെ അവിടുത്തെ ഈ 15 കോറുണ്ട് ഉദംപൂർ, അവിടുത്തെ സൈഫർ സെല്ലിലേക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് അവരിത് രാത്രി തന്നെ ഇന്ത്യൻ ആർമി കോട്ടറിന് അയക്കും. ഇന്നത്തെ ദിവസം ഇത്ര കാഷ്വാലിറ്റി ഇന്നിടത്തുള്ള ആര് ഈ ഓരോ യൂണിറ്റ് ഉണ്ടല്ലോ അവരുടെ പേര് വയസ്സ് വരും. അപ്പോൾ യുദ്ധം അങ്ങനെ മൂത്ത് വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധം ആകപ്പാടെ 1 മാസം എന്നുള്ളു 31 ദിവസം. ആ യുദ്ധം മൂത്തിങ്ങനെ വന്ന സമയത്ത് ഒരു പകുതി കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നെ 3 മൗണ്ടൻ ഡ്യൂ ലേ എന്നുള്ള അവിടെ നിന്ന് വരുന്ന കാഷ്വാലിറ്റീസ് എല്ലാം ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു സ്റ്റേജിങ് ക്യാമ്പ് ഒരു ക്യാമ്പുണ്ട്. രാത്രി വന്നാൽ അവിടെ വന്നിട്ട് നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം ആ ബോഡിയെ. എന്ന് പറഞ്ഞാൽ അവരുടെ കഴുത്തിനകത്ത് ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു നമ്മൾ പറയുന്ന ബില്ല എന്ന് പറയും, നമ്പറുള്ള യുദ്ധത്തിന് പോകുന്ന സമയത്ത്. അല്ലാതില്ല. അത് പിന്നെ ചിലപ്പോൾ ഉടുപ്പിൻ്റെ ഉണ്ടല്ലോ യൂണിഫോമിൽ ഇവിടെ ഞാൻ ആർമി നമ്പർ അയച്ചിരിക്കും. ചിലരാണെന്നുണ്ടെങ്കിൽ കഴുത്ത് കാണില്ല, കൈ കാണില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഡ്യൂട്ടിയാണ് എനിക്ക് ഏറ്റവും കുറച്ച് ഭയങ്കരമായിട്ട് മറക്കാൻ പറ്റാത്തത്. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ വേറെ ഒരു അശ്വൻ്റെ അവർ പോവുക, അതിനെ നോക്കുക, ഡീറ്റെയിൽസ് എഴുതിയിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഒരു ദിവസം ഉണ്ടായി രാത്രി. അവിടെ ആൾറെഡി ഡ്യൂട്ടിക്ക് ആളുണ്ട്, 2 പേരുണ്ട്. അതിൽ ഒരുത്തം ഓടിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഡെഡ് ബോഡി ഇങ്ങനെ മറാവുക, അതിനെ ഉട്ടായി എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുന്നില്ലേ. അത് കിടക്കുന്നത് ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ അത് ഒരു ബോഡി ഒന്ന് ഇങ്ങനെ കിടന്നിങ്ങനെ പൊങ്ങി വന്നെന്ന്. അപ്പോൾ ഞാൻ അവിടെ പോയി അവിടെ പോയി നിന്നിട്ടപ്പോൾ ഒന്നും കാണുന്നില്ല. ഞാൻ പോകുന്നു പറഞ്ഞ് ഞാൻ തിരിഞ്ഞവൻ പറഞ്ഞ് സാബ് ഉടുത്താന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ കറക്റ്റാണ്. എന്നുവെച്ചാൽ ബോഡി ഇങ്ങനെ നമ്മൾ ഈ എയറിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ഒന്നും ഒരു അനക്കമൊന്നുമില്ല. ഈ മോഡലുള്ള ഭാഗം ഇങ്ങനെ വരുമ്പോൾ അതൊക്കെ എണീക്കുന്നത് ഞാൻ ശരിക്കും പേടിച്ച് സത്യം പറഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ അറിയാതെ എൻ്റെ ഡൗസർ കൂടി യൂറിനൊക്കെ പോയി. ഞാനും ഓടി അവിടെ നിന്ന് അവനെ കൊണ്ട്. ഞങ്ങളൊരു ആലപ്പുഴ വരെ ഒരു DA QH എന്ന് പറയും, ഞങ്ങളുടെ സെക്കൻഡ് ഇൻ കമാൻഡ്, പുള്ളി അടുത്ത് പോയി. അപ്പോൾ ഞാൻ അവിടെ അടുത്തടുത്ത് ഞാൻ താമസം. പുള്ളി പോയി തട്ടി ഉണർത്തി. പുള്ളി പറഞ്ഞു വാട്ട് ഹാപ്പൻ ശിവദാസ്? ഞാൻ സാർ ദിസ് എ പ്രോബ്ലം. എന്നിട്ട് പുള്ളി വന്നിട്ട് നേരെ എന്നെ കൊണ്ട് ഞങ്ങൾ ഓഫീസിൽ നിന്ന് പറഞ്ഞ് ഇതുപോലെ പല സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഗുജറാത്തിൽ ഇവിടെ അഹമ്മദാബാദിലോ അല്ല അഹമ്മദ്നഗറിലോ ഇവിടെ ഒരു സാസൂൺ ഹോസ്പിറ്റൽ അഹമ്മദാബാദിൽ അവിടെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈവിൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞത്
പർട്ടിക്കുലർലി ആഫ്റ്റർ 12 o'clock ചിലതിൽ ഇങ്ങനെ വരും, അങ്ങനെ ആൾക്കാർ നിറയ്ക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്, അതൊന്നുമില്ല എന്ന് പറഞ്ഞു. മനസ്സിലായി? ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ലൈവായിട്ട് കാണുകയും ചെയ്ത്. ലൈവായിട്ട് കാണാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ്, പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം പോലെ അവരെ ബോംബ് ഇടുന്നെന്ന് പറഞ്ഞാൽ ബോംബ് അവർ ഇട്ട സമയത്ത് ട്രെഞ്ച് ഞങ്ങൾ 6 പേര്, 2 മലയാളീസ് ഉണ്ട്, 3 നോർത്ത് ഇന്ത്യൻ, ഞങ്ങൾ 2 കട്ട. അതിൽ ഞങ്ങൾ 2 പേര് രക്ഷപ്പെട്ട്, ബാക്കി ആളുകൾ ബ്രൂച്ചിൽ അതിനകത്ത് വെച്ച് മരിച്ചു. ട്രെഞ്ച് പറഞ്ഞാൽ നീളമുള്ളതാണ്, മനസ്സിലായില്ലേ? എനിക്കിതുപോലെ തന്നെ എൻ്റെ ഇവിടെ ഈ തുടഭാഗത്ത് എൻ്റെ ഷെല്ല് തടിച്ച് ഭയങ്കരമായിട്ടുള്ള മുറിവുണ്ടായി. ഞാൻ കുറച്ച് ഹോസ്പിറ്റലായിരുന്നു. അതൊരു നാരോ എസ്കേപ്പായിരുന്നു. അത് ശരി. അപ്പം ചേട്ടനും വേറൊരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ, ബാക്കി 4 പേരോ? അല്ലല്ല, ഞങ്ങൾ 2 പേര് രക്ഷപ്പെട്ട് 4 പേര് മരിച്ചുപോയി. 4 പേര് മരിച്ചുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഇന്തോ പാക് യുദ്ധം കഴിഞ്ഞ് എന്നെ നേരെ ഡൽഹിക്ക് പോസ്റ്റ് ചെയ്തു. ഇന്തോ പാക് ഓവറായി പിന്നെ ഞാൻ 2 മാസം ലീവിന് ഞാൻ നേരെ നാട്ടിൽ വന്നു. പിന്നെ ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാട്ടിൽ ഈ മിലിറ്ററി ചേർന്ന് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്മയായിട്ട് കോണ്ടാക്ട് വെച്ചു. നാട്ടിൽ വരും, ലീവിന് വന്നാൽ യൂണിഫോമിൽ ഇട്ടുണ്ട്. അന്ന് റൂളുണ്ട്, നമ്മൾ റെയിൽവേ വീട് വരെ യൂണിഫോം ഇട്ടേ വരാവുള്ളൂ, സിവിൽ ഡ്രസ്സിട്ട് വരാൻ പാടില്ല. നമ്മളെ യൂണിറ്റ് തിരിച്ചു കഴിഞ്ഞാൽ യൂണിഫോം ഇട്ട് തൊപ്പിയും വെച്ച് വീട് വരെ, വീട്ടിൽ വന്നത് അങ്ങനെയായിരുന്നു പണ്ട് ആർമിയുടെ റൂള്. അങ്ങനെ ഞാൻ വീട്ടിൽ വരും, എല്ലാ മാസവും അമ്മയ്ക്ക് 30 രൂപ കൊടുക്കും. ലീവ് സമയത്ത് കുറച്ച് പൈസ കൂടുതൽ കൊടുക്കും. അമ്മ ഹാപ്പിയാണ്. എൻ്റെ ഒരു അനുജൻ, ഇളയ അനുജൻ ഉണ്ട്, കോളേജിൽ പഠിക്കുകയാണ്, ബാബുചന്ദ്രൻ എന്ന് പറയും. അവൻ പഠിച്ചവൻ നല്ല നിലയിലായി, അവനെ പഠിപ്പിച്ച് ഞാനാണ്. അങ്ങനെ നാട്ടിൽ വരും, എല്ലാം വളരെ ഹാപ്പിയായിട്ട് ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വരുന്ന സമയത്തല്ല എൻ്റെ അച്ഛനെ കാണാൻ പോകും. ഞാൻ അച്ഛൻ സെക്രട്ടേറിയറ്റിൽ ആണെന്ന് പെൻഷനായിട്ടില്ല. അച്ഛൻ പുളിമുട്ടിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു ലോഡ്ജുണ്ട്. അവിടെ അച്ഛൻ ലോഡ്ജായി നടത്തി കുറേ സെക്രട്ടറി സ്റ്റാഫുണ്ട്. അവിടെ അച്ഛനെ കാണാൻ പോകും. എല്ലാ സമയത്ത് വരുന്ന സമയത്ത് എന്തെങ്കിലും അച്ഛനെ കൊണ്ട് കൊടുക്കും. കാശ്മീർ വെച്ചാണ് നമ്മുടെ ഷാളെല്ലാം കൊണ്ട് കൊടുത്ത്, അച്ഛൻ ജുബ ഇടുന്ന ജുബയും അതിനുള്ളതൊക്കെ കൊണ്ട് കൊടുക്കും. അച്ഛൻ ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രതികാരമായിരുന്നു. പ്രതികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മധുര പ്രതികാരം. നോക്കിയില്ല അച്ഛനെ കൊണ്ട് കൊടുക്കും. അച്ഛൻ പിന്നെ വലിയ കാര്യമായിട്ട് തന്നെ എപ്പോഴും വന്നു കഴിഞ്ഞാൽ അവിടെ ചെല്ലും, ചെന്ന് വളരെ കാര്യമാണ്, ഇവിടെ 2 ദിവസം നിന്നിട്ട് പോടാമെന്നൊക്കെ പറയും. നിൽക്കൊന്നുമില്ല, പോകും. സെക്രട്ടേറിയറ്റ് അന്ന് അച്ഛൻ കെയർ കൂടെയാണ്, ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററി അവിടെയാണ്, അവരുടെ ആ സെക്ഷനിലാണ്. അച്ഛനെ പോയി കാണും, കണ്ടു കഴിഞ്ഞ് വരും. ആ ബന്ധം അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അവിടെ നിന്ന് തിരിച്ച് ഞാൻ ഡൽഹിക്ക് പോയ സമയത്ത് ഒരു സർക്കാർ വന്ന് ലേയിലേക്ക് ഡെപ്യൂട്ടേഷൻ അവിടെ നിന്ന് പോകുന്നുണ്ട് മിലിറ്ററിക്കാർ. 1 വർഷമാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ് ഉണ്ട്. എനിക്കന്ന് പൈസയാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് പൈസയുടെ കാര്യം പറഞ്ഞുകൊണ്ടേ 30 രൂപ അമ്മയ്ക്ക് അയക്കും. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എപ്പോഴും എൻ്റെ പ്ലസ് ബാലൻസ് ആയിരുന്നു. ട്രെയിനിങ് പീരീഡ് തൊട്ട് ഞാൻ സേവ് ചെയ്യാൻ തുടങ്ങി. സേവ് എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് ശമ്പളം വളരെ കുറവാണ്. ട്രെയിനിങ് പീരീഡിലാണെന്നുണ്ടെങ്കിൽ അന്ന് ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 10, 50, 60 രൂപയുള്ളൂ. ഞാൻ ബി ഗ്രൂപ്പ് ക്ലാസ് 1 ഇതിൽ വെച്ച് ഞാൻ പാസ്സായിട്ട് ഞാൻ സർവീസ് കയറിയ സമയത്ത് എൻ്റെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കാശ്മീരിൽ വെച്ചാണെങ്കിൽ എനിക്ക് 131 രൂപ, 115. അപ്പോൾ എൻ്റെ അനുജൻ ഇവിടെ നിന്ന് സേലത്ത് പഠിക്കുകയാണ്, ഇത് ബിടെക് ടെക്സ്റ്റൈൽ ടെക്നോളജി. അപ്പോൾ അവൻ എല്ലാ മാസവും 90 രൂപ അയച്ചു കൊടുക്കും. 30 രൂപ എൻ്റെ അമ്മയ്ക്ക് അയക്കും, 120 രൂപ. 130 അല്ല 130 രൂപ കയ്യിൽ കിട്ടും. 150 തന്ന ശമ്പളമുണ്ട്, കുറച്ച് പ്രാവടം വേണ്ടി പോകും. അപ്പോൾ എൻ്റെ കിട്ടുന്നത് 10, 11 രൂപയാണ്. അതുകൊണ്ട് നമ്മൾ വേറെ ചിലവൊന്നുമില്ല. പിന്നെ ഫീൽഡ് ഏരിയ ആണെങ്കിൽ നമുക്ക് ഈ പിന്നെ സിഗരറ്റ് ഫ്രീ, ഞാൻ സിഗരറ്റൊന്നും വലിക്കില്ല. കള്ള് ഇംഗ്ലീഷ് വെതറെന്നും പറഞ്ഞ് കാലാവസ്ഥ മാറി നമുക്ക് ഡെയിലി 2 പേർക്ക് 3 പേർക്ക് കള്ള് ഇഷ്ടമുണ്ട്. വല്ലപ്പോഴും ഇതിനെ കൊൺസിനെ കഴിക്കുന്നുള്ളതല്ലാതെ. അപ്പോൾ അന്നുകൊണ്ട് ഞാൻ സമ്പാദിച്ചു തുടങ്ങി, സേവ് ചെയ്ത് തുടങ്ങി. എല്ലാ പ്രാവശ്യവും ലീവിന് പോകുന്ന സമയത്ത് 2 മാസത്തെ റേഷൻ മണി അലവൻസ്, ട്രാവലിംഗ് അലവൻസ്, ഫ്രീ വാറണ്ട് വന്നു കഴിഞ്ഞാൽ ആ പൈസ എല്ലാം കൂടി എങ്ങനെ പോയാലും അന്നത്തെ കാലത്ത് വരുമ്പോൾ ഒരു 1000 രൂപയ്ക്ക് താഴെ വരും. വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് പൈസ കൊടുത്തിട്ട് ബാക്കി പൈസ അന്നേ സേവിങ് തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഞാൻ ലേയിൽ പോയി. അവിടെ വെച്ചാൽ അവിടെ കുറച്ചുകൂടെ അലവൻസ് കിട്ടും, നമുക്ക് സാമ്പത്തികമായി കുറച്ച് ബെനിഫിറ്റ് അലവൻസ് കിട്ടും. പിന്നെ അവിടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വരുന്നെല്ലാം കണ്ടൻസ് മിൽക്ക്, അതുപോലെ തന്നെ ടിൻ്റെ ഫിഷ് അതെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. കൂട്ടുകാർ പറയും. 1 വർഷം അങ്ങനെ അവിടെ പോയി. അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീവിതം വളരെ മിശ്രവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നതിൽ 90% ആൾക്കാർക്ക് ജാങ്ക്രീം എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞിൽ നിന്ന് വരുന്നൊരു അസുഖം. നമ്മൾ നഖങ്ങളൊക്കെ ഇങ്ങനെ കറുത്ത് ഇങ്ങനെ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ മുറിച്ച് കളയണം, ഒന്നും ചെയ്യാൻ അതിനവിടെ എന്താണ് മൈനസ് ആണ് അവിടുത്തെ ടെമ്പറേച്ചർ. അവിടെ -26
-30 വരെ പോയിട്ടുണ്ട്. അവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ ഡെയിലി സോക്സ് മാറ്റണം. അപ്പോൾ നമ്മൾ സോക്സിനകത്താണ് ഈ ബോറിക് പൗഡർ എന്നൊരു പൗഡറുണ്ട്, അത് ഇടും, ചൂടുവെള്ളം പിടിക്കും, അങ്ങനെയൊക്കെയാണ്. അവിടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കെന്നറിയാം? 11 മണിക്ക് എണീക്കുക, 1 മണിക്കൂർ. ഈ ട്രെൻഡിൻ്റെ ട്രെഞ്ചാണ്, ടെൻ്റല്ല, ഈ 2 ചുറ്റും ഈ വലിയ മണൽച്ചാക്ക് കെട്ടി ട്രെഞ്ചിനകത്താണ്. അവിടെ സ്ലീപ്പിംഗ് ബാഗത്ത് നമ്മൾ കയറി ഇരുന്നിട്ട് കയറി കിടന്നു കഴിഞ്ഞാൽ 11 മണി ആ സമയത്ത് കണ്ണ് തുറന്നിട്ട് ഈ കണ്ണ് മാത്രം കാണാം. എണീറ്റ് ഒക്കെ ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ നേരെ ഓഫീസ് പോകും. 1 മണിക്കൂർ ഓഫീസിൽ അത്യാവശ്യം മേലൊക്കെ നോക്കും. പിന്നെ എല്ലാവർക്കും ശമ്പളം കൊടുക്കണ്ടേ മാസം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതുള്ളൊക്കെ നോക്കും. 1 മണിക്കൂർ വർക്കുകൾ, തിരിച്ച് വീണ്ടും വരിക, അതിനകത്ത് കയറുക, ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ടെൻറ്റ് ആഹാരമാണ്. അവിടെ ലങ്കറൊക്കെ ഉണ്ട്, ഈ മെസ്സൊക്കെ ഉണ്ട്, അവിടെ വലിയതായിട്ടൊന്നുമില്ല. അങ്ങനെ അവിടെ ഒരു വർഷം ഒരു പരിക്കുകളില്ലാതെ അവിടെ ഞാൻ സർവീസ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും എന്നെ അവർ പോസ്റ്റ് ചെയ്യുന്നത് കമാൻഡർ ക്വാർട്ടേഴ്സ് പൂന, പീസ് ഏരിയ. അവിടെ വന്ന് കഴിച്ചപ്പം 67 ആയ സമയത്ത് ഞാൻ പെണ്ണിനൊന്നും കണ്ടില്ല. എൻ്റെ വൈഫിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് അന്നേ കണ്ടുള്ളൂ പുള്ളിക്കാരിയെ. ഒന്നിനും പോയിട്ടില്ല. ഇതെൻ്റെ അച്ഛൻ കൊണ്ട് പ്രൊഫസറാണ്. അച്ഛൻ പിന്നെ ഞാൻ ജോലിയൊക്കെ ആയതിനു ശേഷം അനുജൻ പഠിക്കാൻ പോയി പല വീട്ടിലൊക്കെ വന്നു തുടങ്ങി. അമ്മയുടെ ഞാൻ പറഞ്ഞു ഒരു വെറുപ്പം കാണിക്കരുത്, വരെയാണെങ്കിൽ മനുഷ്യർ വല്ല ആഹാരവും കൊടുത്ത് ഇരിക്കുക, നിൽക്കുകയൊന്നുമില്ല. അങ്ങനെ അപ്പോൾ അച്ഛൻ വന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത്, അവിടെ അമ്മയുടെ അടുത്തല്ല, എൻ്റെ മാമന്മാരുടെ അടുത്തും അമ്മയുടെ അടുത്ത് സംസാരിക്കില്ല, മാമ പറയിച്ചതുപോലെയാണ്. നല്ലൊരു പ്രൊപ്പോസലുണ്ട്, അവളുടെ അച്ഛനാണെങ്കിൽ റെയിൽവേ കോൺട്രാക്ടറാണ്, ഇവർ തമ്മിൽ എന്നും ഗണപതി ഉപലിച്ച് വൈകുന്നേരം കാണും പഴവങ്ങാടിയിൽ. അങ്ങനെയുള്ള സൗഹൃദമാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട്, പഠിച്ചാണ്, ജോലി ആയിട്ടില്ല. ഇവിടെ പിന്നെ ഈ സ്കൂൾ ഓഫ് ആർട്സിൽ ടെമ്പററി ആയിട്ട് ജോലി ചെയ്യാണ്. നമ്മളതിൽ നിന്ന് PSCയിൽ റാങ്ക് ലിസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞ്, എടാ നീ കെട്ടുന്നോ? ഞാൻ പറഞ്ഞു അമ്മ അപ്പോൾ എനിക്കന്ന് 27 വയസ്സായി. അമ്മ പറഞ്ഞു ഞാൻ കെട്ട്. ഞാൻ പറഞ്ഞു നോക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ ഡിസംബർ 11-ാം തീയതി എൻ്റെ കല്യാണം, 67. ഞാൻ 5-ാം തീയതി വരുന്നുണ്ട്. പെണ്ണെ കാണാൻ പോയില്ല. കല്യാണത്തിൻ്റെ അന്നാണ് പുള്ളിക്കാരി പേര് ശാരദ എന്നാണ്. അന്നാണ് പുള്ളിക്കാരി കാണുന്നത്. നല്ല സുന്ദരിയായിരുന്നു, നല്ല വെളുപ്പാണ്. കല്യാണത്തിൻ്റെ അന്നാണ് ഞാൻ എൻ്റെ വൈഫിനെ കാണുന്നത്, താലി കെട്ടുന്ന സമയത്ത് കതിർ മണ്ഡപത്തിൽ വെച്ച്. അപ്പോൾ എനിക്കറിയാൻ എനിക്കന്ന് പിന്നെ ഈ എൻ്റെ ഭാര്യ ഇഞ്ഞാക്കുന്നൊരു പ്രതീക്ഷകളൊന്നുമില്ല. കാരണം നമ്മുടെ ജീവിതം ഭയങ്കര ദുർഘടമായൊരു ജീവിതമായിരുന്നു. അപ്പം പിന്നെ നമുക്ക് മോഹങ്ങളോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. പറഞ്ഞൊരു പെണ്ണ് കെട്ടി കണ്ടപ്പോൾ നല്ല സുന്ദരിയാണ്, ഇത്രയും മണ്ണൊന്നുമില്ല, വളരെ ലീനായിട്ട്, വിദ്യാഭ്യാസമുണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ നല്ല വെല്ലഫാണ്, എന്നെ പോലെ ഒന്നുമില്ല, നല്ല വെല്ല ഫാമിലിയായിരുന്നു. കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഞാൻ തിരിച്ച് പോയി ഡ്യൂട്ടി പോയി ജോയിൻ ചെയ്ത്. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ വയ്യ. കല്യാണവും കഴിഞ്ഞ് ആ സമയത്ത് എനിക്കൊരു വയറുവേദന വന്നിട്ട് ഞാൻ രാത്രി അഡ്മിറ്റ് ആവേണ്ടി വന്നു. അപ്പം നോക്കിയപ്പോൾ എനിക്കൊരു പെപ്റ്റിക് അൾസർ എന്ന് ഡയഗ്നോസ് ചെയ്ത്. കാരണം ഈ ലേയിൽ കിടന്ന സമയത്ത് ഈ ഒരുപാട് ടിന്ന് ഫിഷും ഡ്രിങ്കിങ് ചോക്ലേറ്റും അതൊക്കെ ഒരുപാട് കഴിച്ച് അവിടെ, അതിൻ്റെ എന്നാ അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് ട്രീറ്റ്മെൻറ്റായി, പിന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, എന്തൊക്കെ അവർ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഓപ്പറേഷൻ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ജോർജ് എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്, പുള്ളിക്കായിട്ട് ഞാൻ വളരെ ക്ലോസാണ്. പുള്ളി ഓഫീസിൽ വരും, അവിടെ ഇന്നൻ്റെയൊക്കെ സൈൻ ചെയ്യാനൊക്കെ. അപ്പം ജോർജ് സാറ് പറഞ്ഞ്, ഞാൻ സാറേ എന്താ? അപ്പം പറഞ്ഞ ഒരു കാര്യം ചെയ്യും, എനിക്കൊന്ന് ഓപ്പറേഷൻ പേടിയാണ്, നീ ഒരു കാര്യം, നീ ഓപ്പറേഷൻ അൺവില്ലിങ് വഴി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ ഞാൻ ഇഷ്ടമല്ല, ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അൺവില്ലിങ് മാറ്റിയിട്ട് അവർ ഇതിനെ ഡൽഹിക്ക് അയച്ചു കൊടുത്തു. അവിടെ ഡൽഹിയിൽ നമ്മുടെ മെഡിക്കൽ ആർമി ക്വാർട്ടേഴ്സിൽ മെഡിക്കൽ ഇതുണ്ട്, മെഡിക്കൽ ഡിവിഷനുണ്ട്, അവിടെ അയച്ചു കൊടുത്തത്. അപ്പോൾ അവർ പറഞ്ഞില്ലല്ല, ഈ ഷുഡ് അണ്ടർഗോ ഫോർ ആൻ ഓപ്പറേഷൻ ട്രീറ്റ്മെൻറ്റ് ഈ ഷുഡ് ഗോ, ഈസ് എ മിലിറ്ററി പേഴ്സൺ എന്ന് പറഞ്ഞ് ബൈ ഓർഡറായിട്ട് വന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അവരവിടെ നിന്ന് നേരെ ഇവിടെ ഈ മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് എന്നെ അവിടെ നിന്ന് എയർ ലിഫ്റ്റ് ചെയ്ത് ഇവർ വന്ന്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു 3 മാസം കിടന്ന്, കല്യാണം കഴിഞ്ഞ് ഡിസംബറിൽ കഴിഞ്ഞ് അങ്ങനെ ഒരു 3 മാസം അവിടെ കിടന്നിട്ട് അവസാനം ഒരു ചക്രവർത്തി എന്നും പറഞ്ഞ് ഒരു ബംഗാളി ഡോക്ടറുണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞ് പുള്ളി ഒരു ഡ്രാഫ്റ്റ് എഴുത്തന്ന്, യു സൈൻ ആൻഡ് ഗിവ് ടു മീ എന്ന് പറഞ്ഞു. അത് അയച്ച സമയത്ത് അവർ പറഞ്ഞ്, ഇഫ് ഈസ് അൺവില്ലിങ് ഫോർ ഓപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് ഈ ഷുഡ് ബി മെഡിക്കലി ബോർഡ് ഔട്ട്. സർവീസിൽ ഇരിക്കാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് മെഡിക്കൽ ബോർഡ് ഔട്ട് ചെയ്യാണ് എന്നെ വിത്ത് പെൻഷൻ. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിച്ചാണ് എനിക്ക് അതിന് കല്യാണം കഴിഞ്ഞ് അപ്പം ഭാര്യയുടെ കൂടെ, അന്ന് ഭാര്യയ്ക്ക് ജോലിയുണ്ട് ഇവിടെ നാട്ടിൽ,
ഭാര്യയോടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ മിലിറ്ററി വിട്ട് പോരാൻ മനസ്സുമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മെയ് 12 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. 86 കഴിഞ്ഞ് എൻ്റെ ഇത്രയും ജീവിതത്തിൽ ഞാൻ ആസ്വദിച്ച വീടെന്ന് പറഞ്ഞാൽ മിലിറ്ററി ലൈഫാണ്. ഒരിക്കലും അതിൻ്റെ പശ്ചാത്തലം വന്നിട്ടില്ല. കാരണം ഞാൻ മിലിറ്ററി ചേർന്നുകൊണ്ടാണ് ഈ കാണുന്ന ഞാനായിട്ടിരിക്കുന്നത്.